ഇന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഡബിൾ കളർ റോസ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു വാൾ ഡെക്കർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു മോഡൽ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ ഒരു 4 ലെയർ ആക്കിയിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് അത് ഇതേപോലെ ചെറിയൊരു അടപ്പ്, ഇത് നമ്മുടെ സോപ്പ് ലിക്വിഡ് ഇല്ലേ അതിൻ്റെ ആ ജഗ്ഗിൻ്റെ മൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു റൗണ്ടാണ്. അപ്പം നമുക്കിതിലൊരു 4 എണ്ണം, എനിക്കൊരു 5 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ 4 എണ്ണം ഉള്ളൂ, പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് വെട്ടിയല്ലോ എനിക്ക് 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. ആ സെൻറ്ററിൽ ഞാൻ ഇച്ചിരി നീക്കിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സെൻറ്ററിലും കൂടി ഒരു സർക്കിൾ കട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ടിഷ്യൂ പേപ്പർ 4 ലെയർ ആക്കുമ്പം നമുക്ക് ഒരു പ്രാവശ്യം കട്ട് ചെയ്യുമ്പോൾ തന്നെ 4 എണ്ണം കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് കളർ മുക്കിയെടുക്കുകയാണ്. ഞാനും ഒരു യെല്ലോയും ഓറഞ്ചും ആണ് കേട്ടോ ചെയ്യുന്നത്. കാണാൻ ഭംഗിയെന്ന് തോന്നുന്ന മാച്ചിങ് ആയിട്ടുള്ള 2 കളർ, ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം യെല്ലോ പെയിന്റ് ഒഴിച്ചു, കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ ഈ പേപ്പറിലേക്ക് ഞാൻ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. മുക്കിയെടുക്കുമ്പം ഉണങ്ങാൻ ഇച്ചിരി പ്രയാസപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രഷ് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തപ്പോഴും അതൊക്കെ ഫില്ലായി കേട്ടോ. ഇനി അതിൻ്റെ തുമ്പത്ത് ഓറഞ്ച് കളർ കൊടുക്കുന്നത് ബ്രഷ് പെൻ വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ സ്പ്രെഡായി കിട്ടിക്കോളൂ കേട്ടോ. അപ്പം ഞാൻ ഈ ഒരെണ്ണം ചെയ്തിട്ട് രണ്ടാമത്തെ ചെയ്യാൻ നോക്കുമ്പം ഓറഞ്ച് കളറ് സ്പ്രെഡ് ആവണില്ല. എന്തോ ആ ബ്രഷ് പെന്നിൽ വാട്ടർ നനഞ്ഞുകൊണ്ടാണോ അറിയില്ല, അത് ശരിയാവണില്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യം അത് ഓറഞ്ച് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇതാ യെല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ബ്രഷ് വെച്ച് മുക്കി ഇന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. ആദ്യത്തെ ഒരെണ്ണം മാത്രമേ ഞാൻ മറ്റേ രീതിയിൽ ചെയ്തുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ഈ രണ്ടാമത്തെ രീതിയിലാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് അതെല്ലാം ഉണക്കി പിറ്റേ ദിവസം നമുക്ക് എടുക്കാം. ഞാൻ പക്ഷേ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് എടുത്തത്. അപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അത് പതുക്കെ ഒന്ന് വിടർത്തി ഓരോ പെറ്റലായിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് റോസ് ഉണ്ടാക്കാം കേട്ടോ. റോസ് ഉണ്ടാക്കണമെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മൾ നേരത്തെ ആ ഇത് കട്ട് ചെയ്യാനെടുത്ത അതേ മൂടി തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2-3 ലെയർ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പശയാക്കിയിട്ട് ഒരു പെറ്റലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തു. കാരണം ഒരു ചെറിയൊരു ഹോൾ ഉണ്ടല്ലോ, അതൊന്ന് ഫില്ലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണം കൂടുതൽ കിട്ടും. നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടോ. ഇനി വാൾ ഡെക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലീഫ് വേണം. ശരിക്കും ഇവിടെ വേണ്ടത് ആ റോസിൻ്റെ തന്നെ ലീഫാണ്. അത് നമുക്ക് ഒറിജിനൽ ലീഫ് ഉണ്ടല്ലോ റോസിൻ്റെ, അത് എടുത്തിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ. അത് ചിലപ്പോൾ 2-3 ദിവസം കഴിയുമ്പം അത് ഉണങ്ങിയിട്ട് കറക്റ്റായിട്ട് കിട്ടിക്കോളും. എനിക്കിവിടെ റോസിൻ്റെ ലീഫ് കിട്ടിയില്ല, കാരണം എൻ്റെ വീട്ടിൽ റോസ് എന്ന് പറഞ്ഞ ചെടിയില്ല. പിന്നെ അടുത്ത വീട്ടിലേക്കൊക്കെ ഓടേണ്ടി വരും. പിന്നെ എനിക്ക് വീഡിയോ ഇടേണ്ട അത്യാവശ്യമായ കാരണം പെട്ടെന്ന് ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മുറ്റത്ത് കിട്ടിയ ഇല വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഇല ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊഴിഞ്ഞു പോവും. അതുകൊണ്ട് ഞാനത് ഒട്ടിച്ചിട്ടില്ല കേട്ടോ. റോസിൻ്റെ ലീഫ് പറിച്ചെടുത്തിട്ട് അത് ഒട്ടിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു ഇല ഒട്ടിച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ റോസിൻ്റെ ലീഫ് ഒട്ടിച്ചാൽ മതി. ഇത് ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഡബിൾ കളർ റോസ് വാൾ ഡെക്കർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.